ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ മെയ് മന്ത് എങ്ങനെയുള്ളതായിരിക്കും. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ മെയ് മന്ത് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ വരണം. നിങ്ങൾക്ക് ഇത്രയും നാളുണ്ടായിരുന്ന നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, അതിപ്പോൾ സിറ്റുവേഷൻസിനായിരിക്കാം അല്ലെങ്കിൽ പല വ്യക്തികളായിരിക്കാം, അതൊന്നും നിങ്ങൾക്ക് ഇനി അതൊന്നും ബാധിക്കരുതെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു പുതിയ ഒരു വെളിച്ചം വരണം. അല്ലെങ്കിൽ ഇത്രയും നാള് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബുദ്ധിമുട്ട്, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടാകാം ഇനി വിഷമങ്ങളിലോട്ടോ വേദനകളിലോട്ടോ പോകാൻ എനിക്ക് വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലോട്ട് എങ്ങനെയെങ്കിലും കടക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുവാണ്. പക്ഷെ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണം, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ട്. ഏത് തിരഞ്ഞെടുക്കണം? ആ ഒരു ട്രാക്കിൽ കൂടി പോയാൽ എനിക്ക് അങ്ങനെ ഉണ്ടാവുമോ, ഈ ഒരു ട്രാക്കിൽ കൂടി പോയാൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാവുമോ? അപ്പൊ ഏതാണ് ഞാൻ എടുക്കേണ്ടത്? അത് ചിലപ്പോൾ വ്യക്തികളുടെ കാര്യമായിരിക്കാം, ഏതെങ്കിലും സിറ്റുവേഷൻസിന്റെ കാര്യമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ തരുന്ന ഏതെങ്കിലും പരിപാടികളായിരിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമോ, അത് ബുദ്ധിമുട്ടാവോ, അങ്ങനെയൊക്കെയുള്ള ഇത്തിരി ഓവർ തിങ്കിങ്ങിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ ഒരു കാര്യം സെലക്ട് ചെയ്ത് നമ്മൾക്കത് നല്ല രീതിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ട്രാക്ക് മാറ്റാതിരിക്കുക. കാരണം ഇത് ഓവർ തിങ്കിങ് അങ്ങനെയുള്ള പരിപാടികളിൽ കൂടി നിങ്ങളെ പല കാര്യങ്ങളും ചില സമയങ്ങളിൽ ഇങ്ങനെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യുക. കാരണം ഒരു പുതിയ കാര്യങ്ങളിലോട്ട് തുടക്കം കുറിക്കുകയാണ്. ഒരു എന്താ പറയാ, അതിന് ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിനുള്ള പരിപാടികളൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ വരുത്തി പുതിയൊരു കാര്യങ്ങളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോകാനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു എന്താ പറയാ, മറ്റുള്ളവർ നിങ്ങൾക്ക് സ്നേഹം പിശുക്കി തന്നു കഴിഞ്ഞാലും നിങ്ങൾ വാരിക്കോരി സ്നേഹം കൊടുക്കാൻ റെഡിയാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് എഫേർട്ട് കുറച്ച് തന്നാലും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. എന്തും ചെയ്യും, എന്ത് വേണമെങ്കിലും സ്നേഹിക്കും. നിങ്ങൾക്ക് അൺലിമിറ്റഡ് എന്ന് പറയില്ല, അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയാം. നിങ്ങൾക്ക് പലതും എന്താ പറയാ, ഇപ്പൊ ധനം കൊണ്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കൈ സഹായമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് എന്ത് എഫേർട്ട് ഇട്ട് എന്ത് പരിപാടിയും ചെയ്യാനുള്ള ഒരു ധൈര്യവും ഉണ്ട്, അതിനുള്ള പരിപാടികളും ചെയ്യും. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകൾക്ക് ഒരുങ്ങിക്കൊള്ളുക. ചിലപ്പോൾ നിങ്ങൾ മുൻകൂട്ടി വെച്ചിരിക്കുന്നതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചെറുതോ വലുതോ ആയിട്ടുള്ള യാത്രകളായിരിക്കാം. ആ ഒരു
യാത്ര, ഒരു യാത്രയെന്ന് ഞാൻ പറയില്ല, കുറച്ച് യാത്രകൾ കാണിക്കുന്നുണ്ട്, ട്രാവലിംഗ്. ആ ഒരു ട്രാവലിങ്ങിന് ഒരുങ്ങിക്കൊള്ളുക. എപ്പോഴും ഒരു എന്താ പറയാ, ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. കാരണം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം അല്ലെങ്കിൽ ആ ഒരു പരിപാടി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാവാറില്ല. അപ്പൊ എപ്പോഴും ഇപ്പൊ നമ്മളുടെ ക്ലൈമറ്റും അറിയാലോ, വെതർ കണ്ടീഷനും അറിയാം. അപ്പൊ എപ്പോഴും ഒന്ന് വെള്ളം കുടിക്കേണ്ട സമയങ്ങളിൽ വെള്ളം കുടിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങള് പുതിയൊരു തുടക്കത്തിലോട്ടും പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തെളിച്ചു തരുന്നതാണ്. പുതിയ കാര്യങ്ങൾ, ഒന്നേന്ന് തുടങ്ങുന്ന പരിപാടികൾ. പക്ഷേ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ പഴയ പരിപാടികളിൽ ഒന്ന് കുടുങ്ങിക്കിടക്കാനായിട്ട് ഇഷ്ടം. ഒന്നല്ലെങ്കിൽ അറിഞ്ഞോണ്ടാകാം, അല്ലെങ്കിൽ അറിയാണ്ടാവാം. ചില ആളുകളുടെ മെമ്മറി അല്ലെങ്കിൽ ചില ആളുകളുടെ കുറച്ച് പരിപാടികളിൽ അത് നിങ്ങൾക്ക് നല്ലത് തന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീത്ത തന്നതോ ആയിട്ടുള്ള പരിപാടികൾ, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, പക്ഷെ പാസ്റ്റില് ഒന്ന് അയ്യോ അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലും കുറച്ചു പേര് അവരെത്രയോ നല്ലതായിരുന്നു, എനിക്കത് അർഹിച്ചില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ഉള്ള ഇതായിരുന്നു, എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണത് കിട്ടാതിരുന്നത്, അങ്ങനെയൊക്കെയുള്ള നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഒരു മെമ്മറീസിൽ, പഴയ പാസ്റ്റ് മെമ്മറീസിൽ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഓർമ്മകളിലോട്ട് പോകുന്ന ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. ആ ഓർമ്മകളിലോട്ട് പോയി അതിലിത്തിരി എന്താ പറയാ, കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് ബുദ്ധിമുട്ടുന്നത്, അത് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അതിന് യൂണിവേഴ്സിന് പങ്കില്ല. അതാ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന പരിപാടികളാണ്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെന്റലി ടെൻഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് തൽക്കാലം ഒന്ന് വിട പറയുക, അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുക. കാരണം നിങ്ങൾക്ക് ഉള്ള പരിപാടികൾ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ സ്ഥാനമാനങ്ങൾ, ജോലിയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിലായിരിക്കാം, നിങ്ങളുടെ കൂടിയുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരും പരിഗണിക്കുന്നു, നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ അവിടെ വരുന്നു, നിങ്ങളുടെയും കൂടി വേണം. ഇപ്പൊ 99 + 1 ആണെങ്കിലേ 100 ആകുള്ളൂ. ആ 1 അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. ആ 1 അവിടെ മാറ്റി നിർത്തുവാണെന്നുണ്ടെങ്കിൽ 99 തന്നെ, 100 അല്ല. ആ ഒരു പരിപാടി ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ ഒരു പരിപാടി നിങ്ങളുടെ ഒരു ഇത് വേണം, നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ട ഒരു സാഹചര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായിട്ടുള്ള നിങ്ങളുടെ കുടുംബത്തിലെയോ കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരൊന്നും പരിഗണിക്കാതിരുന്ന സാഹചര്യങ്ങളോ, നിങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവർ കേൾക്കാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിക്ക് വില കിട്ടുന്ന പരിപാടികൾ വരുന്നുണ്ട്. നല്ല കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ എൻഡ് ആയി പോയിട്ടുള്ള ആളുകൾ പോയി, അതിന് ഒരു ഇതുമില്ല, അത് പോയി, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലോട്ട് വണ്ടിയും പിടിച്ച് തിരിച്ച് വരുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഓക്കെ,
അത് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് അത് പോയി ഇനി ഇത് കിട്ടില്ല, അല്ലെങ്കിൽ അത് നടക്കില്ല, അത് നടപടിയാവില്ല. അതിപ്പോ ആരെങ്കിലും പിണങ്ങിപ്പോയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാറിയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനൊരു അനക്കവും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരോ സംതിങ്, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന, സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്ത് വിജയിപ്പിക്കാൻ നോക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പരിപാടികളിലോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതുകൊണ്ട് അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാതെ വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യമായിരിക്കാം, നിങ്ങളതിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് കിട്ടുന്ന കാര്യമായിരിക്കാം, ഉറച്ച ഒരു തീരുമാനം എടുത്ത് അതിലോട്ട് മുന്നോട്ട് പോകാൻ തോന്നുക മാത്രമല്ല, പോകും. അങ്ങനെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഉള്ള ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങളിലോട്ട് തന്നെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പക്ഷേ ഇതിൽ കുറച്ച് ആളുകൾ തോന്നലുകൾ മാത്രം ഉണ്ടാവുള്ളൂ, ചിന്തകൾ മാത്രം ഉണ്ടാവുള്ളൂ. ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ കയ്യും കെട്ടി ഇരിക്കും, ഇറങ്ങില്ല. വാക്കുകൾ ഉണ്ടാവും, പ്രവൃത്തി ഉണ്ടാവൂല, സീറോ ആയിരിക്കും. വാക്കുകൾ മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, പ്രവർത്തിച്ചാലല്ലേ കാര്യങ്ങൾ നടപടിയാവുള്ളൂ. ഇപ്പൊ ഇടുകുടുക്ക ചോറും കറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുക്ക ചോറും കറിയൊന്നും ഇടൂല, നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ആരെങ്കിലും ഉണ്ടാക്കി തരുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായ? അതുപോലെ ഇതില് എന്റെ ജീവിതം രക്ഷപ്പെടണം എന്നും പറഞ്ഞ് കുറച്ച് ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സിംഹാസന രീതിയിലുള്ള ജീവിതം, അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിതത്തിന് ഒരു ഒരു എന്താ പറയാ, വേനൽ മഴ വരുന്ന പോലെ ഒരു ഇത്രയും നാളാ പുകച്ചിലൊക്കെ ഉണ്ടായിരുന്ന മനസ്സിൻ്റെ ഉള്ള ഒരു പുകച്ചില്, നീറ്റല്, അതിനൊക്കെ നല്ലൊരു ആശ്വാസം പരിപാടികളാണ്. അല്ലാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നവര് കൈയും കെട്ടി മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ മാറുന്നില്ലല്ലോ എന്നും പറഞ്ഞിരിക്കാം. ഈ രണ്ടു കൂട്ടരും ഈ വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മംഗളപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മംഗളപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാനോ. ഇപ്പം മംഗളപരമായിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ മാരേജ് ഫംഗ്ഷൻ മാത്രമല്ല, ഒരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും അത് മംഗളകരമായിട്ടുള്ള സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഒരു കുഞ്ഞിന്റെ ഒരു നൂലുകെട്ടാണെന്നുണ്ടെങ്കിലും അതും സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കാനോ, അല്ലെങ്കിൽ ഈ വഴക്കിട്ട് നിൽക്കുന്ന, ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഹസ്ബൻഡും വൈഫും കുറച്ചും കൂടി ഒന്ന് അടുത്ത് നിൽക്കാനുള്ള പരിപാടികൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ എന്താ പറയാ, ഒരുപാട് പ്ലാനറ്റ്സിൻ്റെ ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. കുറച്ച് ആളുകൾക്ക് ഈ വ്യാഴത്തിൻ്റെതായിട്ടുള്ള നല്ല കാര്യങ്ങളിലോട്ട് പോകും, കുറച്ച് ആളുകൾക്ക് ഇത്തിരി മോശപ്പെട്ട സമയങ്ങളിലോട്ട് പോകും. പക്ഷെ എന്ത് കാര്യങ്ങളും നല്ലത് നമ്മൾക്ക് അനുഭവയോഗ്യമാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള പരിപാടികളൊക്കെ
മാറ്റണം. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെന്താ ജനിക്കുമ്പോൾ തൊട്ട് ഈ അവസാനം വരെ ഇങ്ങനെ തന്നെയാണോ എന്ന്. കാരണം നല്ല സമയങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അതെല്ലാ ആളുകളുടെയും സമയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ നല്ല യോഗങ്ങൾ വരുന്നുണ്ടെങ്കിലും നല്ല സമയങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈ ബ്ലാക്ക് മാജിക് എനർജി മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് അനുഭവിക്കാനുള്ള ഒരു യോഗം അതില്ലാതാക്കി കളയും. പകരം മാക്സിമം ഒരു എന്താ പറയാ അത്രയും ബുദ്ധിമുട്ടുള്ള പരിപാടികളിലോട്ട് കൊണ്ടുപോകുന്ന കാര്യം കാണിക്കും. അപ്പൊ അതൊക്കെ മാറ്റി അവനവൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് എന്നും സന്തോഷമായിട്ട് പോകാം, എന്നും നല്ലതുണ്ടാവട്ടെ. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.